കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ ഉത്സവം 9-ാം ദിവസമാണ്. ഇന്നിപ്പോൾ പള്ളിവേട്ടയാണ് വൈകുന്നേരം. അതുപോലെ ഭഗവാൻ ഭക്തരെയൊക്കെ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസമാണ് വൈകുന്നേരം. അപ്പോൾ എല്ലാവരും പറയും. അതേപോലെ എന്താ പറയുക, നിലവിളക്കൊക്കെ കൊളുത്തി വെച്ച് ഭഗവാനെ സ്വീകരിക്കും. വൈകുന്നേരമാണ്. അത് കഴിഞ്ഞിട്ടാണ് പള്ളിവേട്ട. അപ്പോൾ നല്ല ഉത്സവത്തിൻ്റെ 9-ാം ദിവസമാണ്. നാളെ പാറാട്ടാണ്. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്ത് മഞ്ജുളാലിൻ്റെ അടുത്തുള്ള വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ടു തൊഴുത് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ നമ്മൾ വന്നിട്ട് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അപ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലുള്ള ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവിളക്കൊക്കെ കാണാം. വലത് സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാണാനുള്ളത് നല്ല താമര കാണാണ്ട്, ഓരോ ഇതളുകളുള്ള വലിയ താമര, വലിയൊരു താമര കാണാണ്ട്, അതിൽ നമ്മുടെ ഉണ്ണിയുടെ കാൽപാദം കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്, അതുപോലെ കാല് പിണച്ചു വെച്ചിട്ടാണ്. എന്നിട്ടിങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പട്ടുകോണമൊക്കെ കൊടുത്ത് അതേപോലെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണി ഇങ്ങനെ ആ കുമ്പയുടെ മുകളിലിങ്ങനെ ഒട്ടി കിടക്കുന്നുണ്ട്. നല്ല കുമ്പയൊക്കെ വീർത്ത ഉണ്ണിക്കണ്ണൻ, നല്ലൊരു രസമുള്ള ഉണ്ണിക്കണ്ണനാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, നടുവിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നോക്കി വരുമ്പോൾ ആ മുഖത്ത് നല്ല പുഞ്ചിരി, 2 കൈയും കൊണ്ട് ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വായിക്കുകയാണ്. അപ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട്, തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. നല്ല മന്ദഹാസത്തോട് കൂടിയിട്ടാണ്. ഉത്സവമല്ലേ, സന്തോഷം തന്നെയാണ്. ഭഗവാനും സന്തോഷം, ഭക്തർക്കും സന്തോഷം. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ കളഭം കൊണ്ട് ഒരു പീലി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ആ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിലെ പീലി, അതും നല്ല രസമായിട്ടുണ്ട്. പിന്നെ 2 തിരുമുടിമാല ഉണ്ട്. അത് വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ള പോലെ 2 എണ്ണം. 2 തിരുമുടിമാലയുണ്ട്. അതേപോലെ 2 ഉണ്ടമാലയുണ്ട്. അതും എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ്, തെച്ചി, തുളസി അതേപോലത്തെ. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ തുളസിയുടെ ഉണ്ട്. അപ്പോൾ ആ ഉണ്ണിക്കണ്ണനെ താമരക്കണ്ണനെ കണ്ട് തൊഴുകയാണ് കേട്ടോ നമ്മൾ. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ വിചാരിച്ചോളൂ. എല്ലാവരും തൊഴുതോളൂ കേട്ടോ. ആ ഉത്സവത്തിൻ്റെ ഭഗവാനെ തൊഴുകയാണ് ഉത്സവത്തിന് വന്നിട്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ തൊഴുത് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആ ചെറിയ ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് നേരെ അവിടുന്ന് ഗണേശനെ കണ്ട് തൊഴാനായിട്ട് പോരാം. ഗണേശൻ്റെ അവിടെ നിന്ന് എന്താ വെച്ചാൽ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. മുഖത്തൊക്കെ ഇങ്ങനെ കളഭ ചാർത്തായിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം പൂക്കളുണ്ട്. മഞ്ഞ പുടവ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ട് തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് പിന്നെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലുള്ള ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമന രൂപവും ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെയും ധാരാളം പൂക്കളുണ്ട്. അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴാം. ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനൊക്കെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴാം. ഇന്നും വെറ്റിലമാല ഉണ്ട് കേട്ടോ.
കുറച്ച് കുങ്കുമമുണ്ട്. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. പിന്നെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ നൃത്താറി മണിക്കിണറും ഭഗവാന്റെ മുളയറയൊക്കെ കണ്ട് തൊഴുത് ഇപ്പോൾ നാളെ രാവിലെയാണ് മുളയറയിലത്തെ നവധാന്യങ്ങൾ മുളച്ചതൊക്കെ എടുക്കുക. എന്നിട്ട് ഭഗവാനെ അങ്ങനെ ശയ്യ കൊള്ളിക്കും. കാട്ടിലിങ്ങനെ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടേ നമ്മളെ മണിമണ്ഡപത്തിൽ. അപ്പോൾ അങ്ങനെ അവിടെ കണ്ട് തൊഴുത് കുറൂരമ്മയും മേൽപ്പത്തൂരിനെയും അതേപോലെ നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. ഞായറാഴ്ച അല്ലേ, നല്ല തിരക്ക് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അമ്മേനെ നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഗോളകയാണ്. പിന്നെ ചുവന്ന പട്ടുടുപ്പിച്ചിട്ടുണ്ട്. നല്ല ധാരാളം മാലകളുണ്ട്. ശിവേരി വിഗ്രഹവും നിറച്ച് പൂക്കള അലങ്കരിച്ചിട്ടുണ്ട്. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക, തൊഴുക. നമശിവായ 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 എന്നുള്ള പ്രാർത്ഥിക്കുക. അപ്പം മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ടും ആ താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ കൂത്തമ്പലത്തിലും അതേപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്തും വന്നിട്ട് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ അണിഞ്ഞിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള അലങ്കാരങ്ങൾ, ധാരാളം മാലകളും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമാം. അത് കഴിഞ്ഞ് അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ അതിലേ ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലും വന്നിട്ട് ഭഗവാനെ ഒന്നുകൂടി നോക്കി തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിൽ വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ മഹാദേവനും പാർവതീദേവിയെയും മനസ്സിൽ വിചാരിക്കുക, അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ എല്ലാവർക്കും ഉത്സവാശംസകൾ.